ശബരിമലയിൽ ഉം. ആചാരം സംരക്ഷിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഉവ്വ്. അപ്പോ അദ്ദേഹത്തിന് എന്താണ് ഇപ്പോൾ വെളിപാട് തോന്നാനുള്ള കാരണം? വണ്ടി ഇങ്ങനെ ഒരു എസ് വളവിലല്ല നടുറോട്ടിലിട്ട് യൂട്ടേൺ അടിച്ചു. ഉം. ഇതാണ് സംഭവിച്ചത്. സാധാരണഗതിയിൽ ഇതുപോലൊരു തിരിച്ചിൽ തിരിയുമ്പം വല്ല ഇസഡ് കർവോ അല്ലെങ്കിൽ എസ് വളവോ ഒക്കെ വരുമ്പോഴാണ്. ഇതങ്ങനെയൊന്നുമല്ല. ഇത് അസല് നടുറോട്ടിൽ ഹൈവേയിലിട്ട് വട്ടം തിരിച്ചേക്കണം. അത്രേ ഉള്ളൂ, വേറൊന്നുമല്ല. ഈ സമയത്ത് കോടതി ആ കേസെടുത്താ പിന്നെ പാവം പിണറായി എന്ത് ചെയ്യും? ഉം. ഇതിന് പല കാരണമുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് അവരെ സംബന്ധിച്ച് വേറെ വഴിയില്ല. ഇടതുമുന്നണി സർക്കാരിനെ സംബന്ധിച്ച് ഈ വരുന്ന ഇലക്ഷനിൽ ജയമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇതല്ലാതെ ഒരു വഴിയില്ല. ഇപ്പം ദേവസ്വം ബോർഡാണ് തീരുമാനം എടുത്തേക്കുന്നത്, അല്ലെങ്കിൽ സർക്കാരല്ലല്ലോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ സർക്കാരിൻ്റെ ദേവസ്വം ബോർഡ് ഇതേ ദേവസ്വം ബോർഡ് കുറച്ചാൾ മുമ്പ് എടുത്ത നിലപാട് എന്തായിരുന്നു? വിധി പുനഃപരിശോധിക്കേണ്ട ആവശ്യമില്ല എന്നായിരുന്നു ബോർഡിൻ്റെ അഡ്വക്കേറ്റ് കോടതി പറഞ്ഞിരുന്നത്. അതെ, ഇപ്പൊ പറയുന്നത് 2019 സത്യവാങ്മൂലം തിരുത്തും. തിരുത്തും. അതെ, തിരുത്താണ്ട് പറ്റത്തില്ല, പലതും തിരുത്തേണ്ടി വരും. ഇതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ 2024 ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ, അന്ന് 1-2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ അന്നൊരു പോസ്റ്റ് ഇട്ടു. മൊത്തത്തിൽ ഗവൺമെൻറ്റിൻ്റെ കുറച്ച് പെരുമാറ്റ പ്രത്യേകതകളും മാറ്റങ്ങളും പല ശരീരഭാഷകളും ചുറ്റും സംഭവിക്കുന്ന പല കാര്യങ്ങളും മനസ്സിലാക്കിയപ്പം എനിക്ക് മനസ്സിലായതാണ് ഹിന്ദു പ്രീണനത്തിലേക്ക് പോകേണ്ട ഒരു ആവശ്യകത ഇടതുമുന്നണി സർക്കാരിനുണ്ട്. ഈ പദം തന്നെയാണ് പ്രയോഗിച്ചത്. ഹിന്ദു പ്രീണനം വേണ്ടി വരും. അതിന് കാരണം എന്താണ്? അതിന് കാരണം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റി എൻമാസായിട്ട് നേരെ പോയി കോൺഗ്രസിനാണ് വോട്ട് ചെയ്തത്. അതിന് റീസൺ ഉണ്ട്. കാരണം കഴിഞ്ഞ കർണാടക ഇലക്ഷൻ ആലോചിക്കുക. കർണാടക നിയമസഭാ ഇലക്ഷൻ അവിടെ ഭരിച്ചിരുന്ന BJP തോറ്റു, കോൺഗ്രസ് അധികാരത്തിൽ കയറി. അങ്ങനെ ഇപ്പം സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായി. അപ്പോൾ അന്ന് സംഭവിച്ചൊരു പ്രതിഭാസം അവിടെയുണ്ട്. സാധാരണഗതിയിൽ അവിടെ ഒരു ത്രികോണ മത്സരം ഉണ്ടാവുന്നത്. ത്രികോണ മത്സരം എന്ന് പറയുമ്പോൾ ഒരു വശത്ത് കോൺഗ്രസ്, വേറെ വശത്ത് BJP. കോൺഗ്രസിന് ഇനി വലിയ സഖ്യകക്ഷിയൊന്നും ഇല്ലാണ്ട് തന്നെ അധികാരത്തിൽ വരാൻ പറ്റിയ സ്റ്റേറ്റാണ് ഈ കർണാടക എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് ഒരു ജനതാദളുണ്ട്, ദേവഗൗഡയുടെ ജനതാദൾ അവിടെയുണ്ട്. അവർക്ക് മാത്രം 16% വോട്ട് അവിടെ ഉണ്ടായിരുന്നു. BJPക്ക് ഒരു 36% വോട്ട്, ഏതാണ്ട് കോൺഗ്രസിന് അത്ര തന്നെ. ഇത്തവണ BJPക്കാളും കോൺഗ്രസ് വോട്ടിംഗ് ശതമാനത്തിൽ മുന്നിൽ കയറി. ആ സമയത്ത് BJPക്ക് കൂടുതൽ വോട്ട് കുറഞ്ഞു പോയത് ജനതാദളിൻ്റെയാണ്. 16% അവർക്കുള്ളത് 11 or 10 അങ്ങോട്ടായിട്ട് കുറഞ്ഞു. 5% വോട്ട് മിനിമം പോയി. എന്താണ് ഈ 5% എന്ന് ചോദിച്ചാൽ അത് അവിടുത്തെ മുസ്ലിം വോട്ടാണ്. ജനതാദളിൻ്റെ മുസ്ലിം വോട്ട് ബാങ്ക് നഷ്ടപ്പെട്ടു, അവരുടെ മുസ്ലിം പിന്തുണ നഷ്ടപ്പെട്ടു. അത് അവർ പ്രത്യേകിച്ച് ഒരു കുഴപ്പമുണ്ടാക്കി നഷ്ടപ്പെട്ടതല്ല. പകരം അവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി ഒരുമിച്ച് കോൺഗ്രസിന് വോട്ട് ചെയ്തു. അങ്ങനെ ചെയ്താൽ വിജയിക്കും എന്നൊരു തീരുമാനം മുസ്ലിം കമ്മിറ്റികൾക്ക്, മഹല്ല് കമ്മിറ്റികൾ ആണെന്ന് തോന്നുന്നു അവിടുത്തെ. പ്രോബബ്ലി എങ്ങനെയോ എന്തായാലും അവിടെ ഒരു ഗ്രൂപ്പ് ആൾക്കാർ ഇറങ്ങി വോട്ട് ചെയ്യേണ്ടത് ഒരുമിച്ച് കോൺഗ്രസിനാണ്, നമ്മുടെ വോട്ട് വിഭജിക്കാൻ പാടില്ല എന്നൊരു സന്ദേശം കൊടുത്തു. അതിൻ്റെ ഭാഗമായി വോട്ടിംഗ് അങ്ങനെ നടന്നു. കോൺഗ്രസിന് വോട്ട് വർദ്ധിച്ചു, BJP തോറ്റു. അപ്പോൾ കർണാടക 1-2 മാറ്റങ്ങൾ ഇതിന് തൊട്ടുപുറകെ ഉണ്ടായി. ആദ്യത്തെ മാറ്റം കർണാടകത്തിൽ പുതിയൊരു അലയൻസ് ഉണ്ടായി. കാരണം BJPയും ജനതാദളും ഒന്നായി. അന്ന് ജനതാദളിനോട് സംസാരിച്ച ആൾക്കാർ ഈ കർണാടക ഇലക്ഷൻ തോൽവിക്ക് ശേഷം ജനതാദളിൻ്റെ കുമാരസ്വാമിയോടും ദേവഗൗഡയോടൊക്കെ സംസാരിച്ച BJPയുടെ ആൾക്കാർ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ: ഞങ്ങളുടെ കൂടെ നിങ്ങൾക്ക് വരാൻ പണ്ട് മടിയായിരുന്നു, കാരണം നിങ്ങൾക്ക് 5% മുസ്ലിം വോട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് വരാതിരിക്കുകയായിരുന്നു. ഇന്ന് നിങ്ങളുടെ കയ്യിലുള്ളത് ഞങ്ങളുടെ കയ്യിലുള്ള ഹിന്ദു വോട്ടാണ്. അപ്പം നിങ്ങളിനി എന്തിനു മടിച്ചു നിൽക്കണം? ഈ ഹിന്ദു വോട്ട് ഏകീകരിച്ചുകൂടെ? എക്സാക്ട്ലി ഈ വേർഡ്സ് അല്ലെങ്കിലും ഇതാണ് ഇത് പ്രതിധ്വനിച്ചത് അവർ പറഞ്ഞതിൽ. അതായത് മുസ്ലിം വോട്ട് നഷ്ടപ്പെട്ടു, പിന്നെ ഹിന്ദു വോട്ട് സ്പ്ലിറ്റ് ആവേണ്ട ആവശ്യമില്ല. അങ്ങനെ കർണാടകത്തിൽ ഇവർ സഖ്യമായിട്ട് മാറി. കുമാരസ്വാമിയുടെ പാർട്ടിയും അതായത് ദേവഗൗഡയുടെ പാർട്ടിയും പിന്നെ BJPയും കൂടെ, ആ ജനതാദളും BJP. പിന്നെ അവർ ഒരുമിച്ചാണ് ലോക്സഭാ ഇലക്ഷൻ മത്സരിച്ചത്. അതുകൊണ്ട് ആണ് പിന്നീട് ലോക്സഭയിലേക്ക് ഈ സഖ്യത്തിനാണ് അവിടെ കൂടുതൽ സീറ്റുകൾ കിട്ടിയത്. പക്ഷേ ഇതൊരു പുതിയ ദിശയിലേക്കുള്ള മാറ്റമായിരുന്നു ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിൻ്റെ വോട്ടിംഗ് പാറ്റേണിൽ. കർണാടകയിൽ സംഭവിച്ചത് ഇന്ത്യ മുഴുവൻ മുസ്ലിം സമൂഹത്തിൽ ചർച്ചയായി. കോൺഗ്രസും മുസ്ലിം സമൂഹത്തിലെ നേതാക്കന്മാരുമായിട്ട് പല പല ചർച്ചകൾ നടന്നു. അതിൻ്റെ ഫലമായി ഇന്ത്യയിൽ മുസ്ലിം വോട്ടുകളുടെ ഒരു ഏകീകരണം ഉണ്ടായി, പ്രത്യേകിച്ച് സുന്നി മുസ്ലിം വോട്ട്. ഇന്ത്യയിൽ സുന്നിയുണ്ട്, ഷിയയുണ്ട്, അഹമ്മദിയുണ്ട്, അങ്ങനെ പിന്നെ ചില അവാന്തര ഗ്രൂപ്പുകളുണ്ട്. ഇങ്ങനെ പല പല വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം വോട്ടുണ്ട്. അതിൽ ബഹുഭൂരിപക്ഷം എന്ന് പറയുന്നത് സുന്നിയാണ്. അവർ കോൺഗ്രസിനെ പിന്തുണച്ചു. പിന്നെ ഷിയ എന്ന് പറയുന്ന ഷിയാക്കൾ എന്ന് പറയുന്ന പൊതുവിൽ സുന്നികളോട് അകൽച്ച പാലിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവർ പല സംസ്ഥാനങ്ങളിലും BJPയുടെ വോട്ടേഴ്സാണ്. കാശ്മീരടക്കം
അവരിൽ ഒത്തിരി പേര് BJP പ്രവർത്തിക്കുന്നവരുണ്ട്. ഷിയാകൾ BJPയുടെ ഒപ്പം നിൽക്കുന്ന ആൾക്കാരാണ്. ഇപ്പം ഇറാൻ എന്ന് പറഞ്ഞൊരു ഷിയ രാജ്യമാണല്ലോ. അപ്പോൾ ലോകത്തെ ഏക ഷിയ ഭരണമുള്ള രാജ്യമാണത്. അപ്പം ആ ഷിയാകൾ അവർ ഗൾഫിലൊക്കെ ഒത്തിരി ഉണ്ടെങ്കിലും ഇന്ത്യയിൽ ഒരു കുറേ പേരുണ്ട്. പാകിസ്ഥാനിലെ ഷിയാകളുടെ പള്ളിയിൽ ബോംബ് പൊട്ടും. സുന്നി വിഭാഗത്തിൽപ്പെട്ട ഭീകരവാദികൾ ബോംബ് പൊട്ടിക്കും, ഷിയാക്കളെ കൊല്ലും. ഇന്ത്യയിൽ അങ്ങനെയൊന്നുമില്ല, അവർ സുരക്ഷിതരാണ്. അത് ഇന്ത്യ തന്നെ രാഷ്ട്രീയമായിട്ട് BJPക്കൊപ്പം നിൽക്കേണ്ടി വന്നവർ നിൽക്കും. ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പാണ്. മറ്റുള്ളവരെല്ലാം ബഹുഭൂരിപക്ഷം വരുന്ന സുന്നി വിഭാഗം കോൺഗ്രസിനൊപ്പമാണ് നിന്നത്, വോട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ വന്നപ്പം സത്യത്തിൽ അതിൻ്റെയും കൂടെ പല പല കാരണമുണ്ട് BJPക്ക് സീറ്റുകൾ കുറഞ്ഞതിൽ. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ 63 സീറ്റാണ് BJPക്ക് നഷ്ടം വന്നത്. 303 സീറ്റ് കിട്ടിയിരുന്ന BJPക്ക് നേരെ താന്ന് 240 സീറ്റിലേക്ക് പോയി. BJPക്ക് ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു. സഖ്യകക്ഷികളായിട്ടുള്ള 2-3 പേരെ ചേർത്താണ് ഭരണം നടന്നത്. അതിൽ നായിഡു ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ നിതീഷ് കുമാറിൻ്റെ പാർട്ടിയുണ്ട്. ഇവരൊക്കെ ഒരുമിച്ചാണ് പിന്നെ കേന്ദ്രത്തിൽ പിന്നെ ഭരണത്തിലുള്ളത്. BJPയുടേത് NDA ഒരു ഭൂരിപക്ഷ ഗവൺമെൻറ്റാണ്. പക്ഷേ BJP സ്വന്തമായിട്ട് ഒരു ന്യൂനപക്ഷ ഗവൺമെൻറ് എന്നുള്ള ലെവലിലേക്ക് പോകുന്നു. ഈ മാറ്റം ഇത് ലോക്സഭാ ഇലക്ഷൻ സമയത്ത് തന്നെ സത്യത്തിൽ കർണാടകത്തിൽ അന്ന് അങ്ങനെ സംഭവിച്ചുകൊണ്ട് ലോക്സഭയിൽ ഇങ്ങനെയാണ് വേണ്ടത് എന്നുള്ള കൃത്യമായ മെസ്സേജ് ഇല്ലെങ്കിൽ കൃത്യമായൊരു ആശയം മുസ്ലിം സമൂഹത്തിലും കോൺഗ്രസിനും ഇടയിലുണ്ടായിരുന്നു. ഇത് എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചാൽ, ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ സമയത്ത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒരു ടീമുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ തിരുവനന്തപുരത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പല ഇലക്ഷൻ വിശകലനങ്ങൾ നടത്തിയ കൂട്ടത്തിൽ എൻ്റെ ഏറെ സുഹൃത്തുക്കൾ ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെ മുസ്ലിം മഹല്ലുകൾ എന്നറിയപ്പെടുന്ന പള്ളി കമ്മിറ്റികൾ അവരുടെയൊക്കെ പ്രതിനിധികളുമായിട്ട്, പ്രത്യേകിച്ച് പ്രസിഡൻറ്റ്, സെക്രട്ടറി, ഇവരുമായിട്ട് സംസാരിച്ചു. അവർ പള്ളിയിൽ നിന്നും കിട്ടിയ ഇൻപുട്ട് ഇതാണ്: ഇത്തവണ വോട്ട് കോൺഗ്രസിലേക്ക് പോവുകയാണ്. ഞാൻ ഏതെങ്കിലും ഇന്ന പള്ളിയിൽ നിന്നോ ഇന്ന വ്യക്തിയിൽ നിന്നോ പേരെടുത്ത് പറയുന്നില്ല, പക്ഷേ കിട്ടിയ വിവരം ഇത് ഇന്ന പോലെയാണ് എന്നാണ്. അവർ അക്കാര്യത്തിൽ വ്യക്തമായിട്ട് തന്നെ തുറന്നു പറഞ്ഞു, രഹസ്യങ്ങളൊന്നും വെച്ചില്ല. എന്നോട് നേരിട്ടല്ല, എൻ്റെ സുഹൃത്തുക്കളാണ് സംസാരിച്ചത്. അപ്പോൾ അങ്ങനെ വന്നപ്പം എനിക്കൊരു പാറ്റേൺ മനസ്സിലായി. മുസ്ലിം വോട്ടുകൾ പൂർണ്ണമായിട്ട് കോൺഗ്രസിൻ്റെ പക്ഷത്തേക്ക് പോകും. പക്ഷേ അന്ന് സംസാരിച്ചപ്പോൾ ഒരു കാര്യം കൂടെ മനസ്സിലായി: അതൊരു ലോക്സഭാ ഇലക്ഷൻ കൊണ്ട് നിൽക്കത്തില്ല. അത് കഴിഞ്ഞ് വരുന്ന നിയമസഭാ ഇലക്ഷനിലും വരാൻ പോകുന്നത് സെയിം പാറ്റേൺ. മുസ്ലിം വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് കിട്ടില്ല. അതിപ്പോ സംഭവിക്കുന്നുണ്ടല്ലോ. അതാണ് സംഭവിച്ചത്. സംഘടനകളുടെയും മുസ്ലിം സംഘടനകളുടെയും ഒരു ഏകീകരണം കോൺഗ്രസിന് അവർക്ക് കിട്ടുന്നുണ്ടല്ലോ സപ്പോർട്ട്. അതൊന്ന് ഈ ഐഡിയ കർണാടക ഇലക്ഷന് ശേഷം ഉണ്ടായതാണ്. ഇത് ഈ മാറ്റത്തിന്റെ നാന്തി കർണാടക ഇലക്ഷനാണ്. ലോക്സഭാ ഇലക്ഷൻ അതിൻ്റെ ആദ്യത്തെ ട്രയലായിരുന്നു. അത് വളരെ ഒരു പരിധിവരെ സക്സസ് ആയി. ഒരു പരിധിവരെ, കാരണം BJP അവർക്ക് ഇറക്കാൻ പറ്റിയിട്ടില്ല. കാരണം കോൺഗ്രസിന് മുസ്ലിം വോട്ട് അങ്ങനെ കൂടാൻ പറ്റി, പക്ഷേ ഹിന്ദു വോട്ട് പണ്ടേ പോയി. മനസ്സിലായി? കോൺഗ്രസിനെ സംബന്ധിച്ച് അഖിലേന്ത്യാ തലത്തിൽ എന്തുകൊണ്ട് അധികാരത്തിൽ വരുന്നില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആദ്യത്തെ റീസൺ ഇറ്റ് ഈസ് ആൻ ഓർഗാനിക് റീസൺ. ഓർഗാനിക് റീസൺ എന്ന് വെച്ചാൽ എന്താ? സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. കോൺഗ്രസ്സിന് പണ്ട് നെഹ്റുവിൻ്റെ കാലവും അതിനുശേഷം ഇന്ദിരയുടെ കാലം, രാജീവ് ഗാന്ധിയുടെ കണ്ട പഴയ ആൾക്കാരുണ്ടായിരുന്നു. 60, 70, 80 വയസ്സുള്ള ആൾക്കാർ, പഴയ വോട്ടേഴ്സ്. അവർ എന്നും എക്കാലം കോൺഗ്രസ് വോട്ടേഴ്സായിരുന്നു. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കാലത്തുള്ളവരോ അതിന് ശേഷമുള്ളവരായിട്ട് ഒരിക്കലും മാറ്റിക്കുത്താത്തവർ. പക്ഷേ ആ പ്രായമുള്ള തലമുറയിൽപ്പെട്ട ഒത്തിരി പേര് മരിച്ചുപോയി. പുതുതലമുറയിൽപ്പെട്ട ആൾക്കാർ, ചെറുപ്പക്കാരെല്ലാം ഇതേ ആൾക്കാർ തന്നെ പിൻഗാമികൾ, BJP അനുഭാവികളാണ്. എന്ന് പറഞ്ഞാൽ ഈ തലമുറ മാറ്റം എല്ലാ പാർട്ടിയിലും ഉണ്ട്. ഇപ്പം ലെനിൻ എന്ന് പേരുള്ള ABP അല്ലെങ്കിൽ BJP പ്രവർത്തനം ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്നാ? അവൻ്റെ അച്ഛനമ്മമാർ ഇവൻ ജനിച്ച കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു, പക്ഷേ ഇവൻ വളർന്നു വന്നപ്പോൾ ABPക്കാരനായി. അതുകൊണ്ട് ലെനിനും സ്റ്റാലിനും ഒക്കെ BJPയിലും ABPയിലും ഒക്കെ കാണും. ഈ ഒരു ഭയമുള്ളത് കൊണ്ടാണ് പിണറായി ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ് വരട്ടെ. ഒരു ഓർഗാനിക് ചേഞ്ച് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഈ കാലമാറ്റം കൊണ്ടാണ് വടക്കേ ഇന്ത്യയിൽ ഇവർക്ക് വരാൻ പറ്റാത്തത്. ആ തലമുറ അപ്രത്യക്ഷമായി പോകും. പുതിയ തലമുറ BJP അനുഭവം. കേരളത്തിലേക്ക് ഈ മാറ്റം ആ രീതിക്കല്ല വന്നത്. കേരളത്തിൽ വളരെ ഒരു കോൺഗ്രസിനും അതുപോലെ തന്നെ ഇവർക്കും ഇടതുപക്ഷത്തിനും സ്ട്രോങ് ആയിട്ട് വോട്ട് ചെയ്തൊരു സമൂഹം ഇവിടെ ഉണ്ട്. അതിൽ തന്നെ സാമുദായികമായിട്ട് നോക്കുകയാണെങ്കിൽ ഹിന്ദു ഭൂരിപക്ഷം വോട്ടുകൾ കിട്ടുന്നത് BJPക്കല്ല, അത് കിട്ടുന്നത് ഇടതുപക്ഷത്തിനാണ്. മറുവശത്ത് ന്യൂനപക്ഷ വോട്ടുകൾ എന്ന് പറയുന്നത് മുസ്ലിം ആൻഡ് ക്രിസ്ത്യൻ വോട്ട് കൂടുതൽ കിട്ടിക്കൊണ്ടിരുന്നത് കോൺഗ്രസിനുമാണ്. ഇതിനിടയിൽ BJP വളർന്നു വരുന്നു. ആദ്യം കോൺഗ്രസിൻ്റെ ഏറ്റവും ആദ്യം വളർന്നപ്പം ഇടതുപക്ഷത്തെ ഹിന്ദു വോട്ടുകളാണ് BJPയിലേക്ക് വരാൻ തുടങ്ങിയത്. അതുകൊണ്ടാണ് BJPക്ക് CPM-നിടയിൽ, RSSന് CPM-നിടയിൽ ധാരാളം സംഘർഷങ്ങളും കൊലപാതകം ഉണ്ടായത്. രണ്ടാം ഘട്ടം വന്നപ്പോൾ, അത് 2000 ആണ്ടിന് ശേഷം കോൺഗ്രസ് പക്ഷത്തുള്ള ഹിന്ദു വോട്ടുകൾ BJPയിലേക്ക് വരാൻ തുടങ്ങി. ഇനി ഇപ്പോൾ നടക്കാൻ പോകുന്നത് മൂന്നാം ഘട്ടമാണ്. അത് ലോക്സഭാ ഇലക്ഷനിൽ എന്ത് പറ്റി? ഇടതുപക്ഷത്തെ ഹിന്ദു വോട്ടുകൾ വീണ്ടും BJPയിലേക്ക് വരാൻ തുടങ്ങി.
അപ്പോൾ ആലപ്പുഴ, തൃശ്ശൂർ, ഉം. ആറ്റിങ്ങൽ, തിരുവനന്തപുരം 4 ലോക്സഭാ മണ്ഡലത്തിൽ ഈ പ്രതിഭാസം ശരിക്കും കണ്ടു. വൻതോതിൽ BJP യിലേക്ക് വോട്ടുകളെത്തി. അങ്ങനെ ആറ്റിങ്ങലിൽ വി മുരളീധരൻ തോറ്റ് വെറും 10,000 വോട്ടാണ്. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് തോറ്റും വെറും 10,000 വോട്ടാണ്. തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചു. ആലപ്പുഴയിൽ വൻതോതിൽ ശോഭാ സുരേന്ദ്രൻ ഈഴവ സമൂഹത്തിൻ്റെ വോട്ടുകൾ, അതായത് പരമ്പരാഗത CPM വോട്ടാണ് കൂട്ടി. അപ്പോൾ CPM മുന്നിൽ നോക്കുമ്പോൾ പ്രശ്നമായി. ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെടുന്നു. മുസ്ലിം വോട്ട് പോയി എന്നുള്ള ഉറപ്പായി. കാരണം ഞാൻ മഹല്ല് കമ്മിറ്റിയോട് ചോദിക്കണം എത്രയോ മുമ്പ് തന്നെ അവർ കാര്യം അറിഞ്ഞിട്ടുണ്ടാവും. അത്രേ ഉള്ളൂ. അപ്പം ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ CPM അവർ പഠിച്ചപടി പതിനെട്ട് നോക്കിയാലും കോൺഗ്രസ്സിന് പോകുമെന്ന് ഉറപ്പിച്ച് വെച്ചേക്കണം മുസ്ലിം വോട്ട് തിരിച്ചു വരാൻ പോകില്ല. പിന്നെ ചില തന്ത്രങ്ങൾ ഉപയോഗിച്ച് ചിലയിടത്ത് വോട്ട് സ്പ്ലിറ്റ് ചെയ്യിക്കാൻ പറ്റും. അതിനുള്ള ശ്രമം CPM നടത്തുന്നുണ്ട്. അത് ചിലയിടത്ത് വിജയിക്കുമായിരിക്കും. ഏതൊക്കെ മണ്ഡലങ്ങളിൽ എത്രയെന്ന് എനിക്കറിയാൻ വരാം. പക്ഷേ ചിലയിടത്ത് വിജയിക്കുമായിരിക്കും. ഫോർ എക്സാമ്പിൾ കാന്തപുരവും അതുപോലെ പിണറായിയൊക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധം ഉപയോഗിച്ച് പിണറായിക്ക് വേണമെങ്കിൽ ആവശ്യമുള്ള ചില മണ്ഡലങ്ങളിൽ മുസ്ലിം വോട്ടിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റിയേക്കും. ഇപ്പോൾ കാന്തപുരം മോഡിയെ കണ്ടു. ഇനി BJPക്കാരും കാന്തപുരമായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് വല്ലതും ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും കമൻറ്റ് ചെയ്യുന്നില്ല. പക്ഷേ പിണറായിക്ക് നേരത്തെ തന്നെ അദ്ദേഹമായിട്ട് അറിയാം വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം. പക്ഷെ അത് വിജയിച്ചോ ഇല്ലയോ, അത് മുസ്ലിം ലീഗ് മറ്റ് മുസ്ലിം സംഘടനകളെ വച്ചുകൊണ്ട് നടന്ന ആ ഒരു പ്രോഗ്രസ്, ഇത് ഒരുമിപ്പിക്കലിൻ്റെ ഇൻറ്റഗ്രിറ്റി പോലിരിക്കും. അത് എത്രമാത്രം ശക്തമാണ്, അത് എത്ര ഐഡിയോളജിക്കലാണ്, അത് എത്ര ഇൻ്റലക്ച്വലാണ്, ഇതിനെല്ലാം ആശ്രയിച്ചിരിക്കും മുസ്ലിം വോട്ട് മുഴുവൻ കിട്ടുമെന്നുള്ളത്. എങ്കിലും ഇടതുമുന്നണിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്. അവർക്ക് കഴിഞ്ഞ 2 ഇലക്ഷനിൽ 2016 ഇലക്ഷനും 2021 ഇലക്ഷനും വൻതോതിൽ മുസ്ലിം ലീഗ് വോട്ട് കിട്ടിയിരുന്നു. KT ജലീലിനെയൊക്കെ ഉപയോഗിച്ച് നടത്തിയ പ്രചരണങ്ങളുണ്ട്. പക്ഷേ അന്നത്തെയൊക്കെ കാലത്ത് CPM-ൻ്റെ ഒപ്പം നിന്ന് ചില മുസ്ലിം നേതാക്കന്മാർ വിട്ടുപോയി. അൻവർ വിട്ടുപോയത് ആലോചിച്ച് നോക്കൂ. ഈ അൻവറിന് അയാളുടേതായിട്ടുള്ളൊരു പിന്തുണയുണ്ട്. ചില മേഖലകൾ അയാളുടെയാണ്. അപ്പോൾ അതുപോലെ പലരും വിട്ടുപോകുമ്പോൾ ഈ വോട്ട് കിട്ടത്തില്ല. അപ്പോൾ ഒരു ജലീൽ വിചാരിച്ച തീർക്കണ പ്രശ്നമല്ലത്. അത് അതിൽ നിന്ന് മാറിക്കഴിഞ്ഞു. പിന്നെ വേണ്ടത് കാന്തപുരത്തെ പോലെ ആൾ വിചാരിക്കണം. കാന്തപുരത്തിൻ്റെ മനസ്സ് നമുക്കിപ്പം മനസ്സിലായിട്ടില്ല. എന്തായാലും യഥാർത്ഥത്തിൽ CPM-ൻ്റെ അടിത്തറ എന്താണ്? മുസ്ലിം വോട്ടല്ല, ഹിന്ദു വോട്ടാണ്. പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിൻ്റെ, തീയ സമുദായത്തിൻ്റെ വോട്ടുകൾ, കുറേ നായർ വോട്ടുകളുണ്ട്, അടിസ്ഥാന വർഗത്തിൻ്റെ വോട്ടുണ്ട്, ദളിത് സമൂഹങ്ങളുടെ വോട്ട്, ഇതെല്ലാം ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ അവരുടെ വോട്ടാണ്, ദളിത് സമൂഹത്തിൻ്റെ വോട്ടാണ്. ഈ വോട്ടുകൾ പുതിയ കാലഘട്ടത്തിൻ്റെ മോഡി ആരാധനയുടെ കാലഘട്ടം, BJP-യോട് താല്പര്യം തോന്നുന്ന കാലഘട്ടം, BJP-യുടെ അന്താരാഷ്ട്ര നയങ്ങൾ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന കാലഘട്ടം, BJP കൊണ്ടുവരുന്ന വികസനങ്ങൾ, ഈ 6 വരിപ്പാതയും മറ്റുമൊക്കെ കേരളത്തിന് വേണ്ടി ഒന്ന് ട്രാവൽ ചെയ്യുന്ന ഏതൊരാളും പറയും അവിടെ എല്ലാം ഉണ്ടല്ലോ, ഇവിടെ ഒന്നും വരുന്നില്ലല്ലോ എന്ന്. ഇങ്ങനെ തോന്നുന്ന ഒരു കാലഘട്ടത്തിൽ ഇവിടുത്തെ ഹിന്ദു ഭൂരിപക്ഷത്തിന് BJP-ക്ക് വോട്ട് ചെയ്യാൻ തോന്നിയാൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ CPM-നെ സംബന്ധിച്ച് ഒരു ഭീഷണി മുന്നിൽ നിൽക്കുക. മുസ്ലിം വോട്ട് കയ്യിൽ നിന്ന് പോകുന്നു. ക്രിസ്ത്യൻ വോട്ടിൻ്റെ കാര്യത്തിൽ എന്താണെന്ന് ഉറപ്പില്ല. പക്ഷേ ഒരു വലിയൊരു ചേഞ്ച് വരുന്നുണ്ട്. UDF-ലും LDF-നും കിട്ടിയിരുന്ന പല ക്രിസ്ത്യൻ വോട്ട് ഇത്തവണ BJP-യിലേക്ക് പോയെന്ന് വരും. മുനമ്പം ഒരു വിഷയമാണ്. വഖഫ് പ്രശ്നം ഉണ്ടായത് അതിൻ്റെ കാരണമാണ്. ഷോൺ ജോർജിനെ പോലുള്ളൊരു നിലപാട് തിരിക്കുന്ന വിഷയമാണ്. അപ്പോൾ ക്രിസ്ത്യൻ വോട്ടുകൾ സ്പ്ലിറ്റ് ആവാനും അതിൻ്റെ വലിയൊരു ശതമാനം വോട്ടുകൾ BJP-ക്ക് പോകാനും സാധ്യതയുണ്ട്. എന്തായാലും അതിനോട് CPM-ന് വലിയ ഉറപ്പൊന്നുമില്ല. അവരെ ഉറപ്പിച്ച് നിർത്തിയിരുന്ന, മുമ്പ് അവർക്ക് കിട്ടിയിരുന്ന മുസ്ലിം വോട്ട് കിട്ടില്ല എന്ന് ഉറപ്പായി. പിന്നെ ഒറ്റ വഴിയുള്ളൂ പിടിച്ചു നിൽക്കണമെങ്കിൽ, ഹിന്ദു വോട്ടിനെ ഉറപ്പിച്ച് CPM-നൊപ്പം നിർത്തുക. ഇത് നിർത്തണമെങ്കിൽ ഈ ശബരിമല വിഷയത്തിൽ എതിർ നിലപാടെടുത്തിൽ ഒരു കാര്യമില്ല. കാരണം ശബരിമല എന്ന് പറയുന്ന ആ ആരാധനാ കേന്ദ്രത്തിൽ പോയിരുന്ന ആൾക്കാർ ചരിത്രാതീതകാലം തൊട്ട് ഇവിടുത്തെ അടിസ്ഥാന വർഗമാണ്. നമ്മളത് മനസ്സിലാക്കണം. ആദിവാസികൾ, ദളിതർ, ഈഴവർ, ഇവർക്കൊക്കെ പലതരത്തിൽ ശബരിമലയായിട്ട് ആത്മബന്ധങ്ങളുണ്ട്. ശബരിമല അവർക്ക് വളരെ വിലപ്പെട്ടതാണ്. അതുപോലെ നായർ സമുദായം, ഒരുപക്ഷെ ബ്രാഹ്മണ സമുദായത്തിന് മാത്രമേ കുറച്ച് മിനിമം ബന്ധങ്ങളുണ്ടാവുള്ളൂ. ബാക്കി കേരളത്തിലെ അബ്രാഹ്മണ സമൂഹങ്ങളുടെ മുഴുവൻ ഐക്യപ്പെട്ട് നിൽക്കുന്നൊരു ദേവനാണ്. ഇടതുപക്ഷക്കാരനായാലും ഇടതുപക്ഷ വോട്ടറായാലും പാർട്ടി പ്രവർത്തകനായാലും അവന് ശബരിമലയായിട്ടൊരു ബന്ധമുണ്ടാവും. എത്രയോ പേര് ഇടതുപക്ഷക്കാർ മാലയിട്ട് മലയ്ക്ക് പോകണവരുണ്ട് പണ്ട് തൊട്ടേ. അവരുടെ എല്ലാം വീടുകളിൽ ഈ ശബരിമല യുവതീ പ്രവേശനം സംഭവിച്ചപ്പോൾ വലിയ സങ്കടവും വിഷമമുണ്ടായിരുന്നു. ഇത് വേണ്ടിയിരുന്നില്ല. പാർട്ടി പ്രവർത്തകർ വീടുകളിൽ ചെല്ലുമ്പം പ്രത്യേകിച്ച് സ്ത്രീകൾ പറയുമായിരുന്നു, ഇത് ശരിയല്ല, നിങ്ങൾ ചെയ്ത് തെറ്റായിപ്പോയി. രഹന ഫാത്തിമയൊക്കെ സന്നിധാനത്ത് ചെന്നതും ബിന്ദു അമ്മിണിയൊക്കെ സന്നിധാനത്ത് കയറ്റിയതും ചെറുതല്ലാത്ത പ്രശ്നങ്ങൾ അവർക്കിടെ ഉണ്ടാക്കി. എങ്കിലും CPM ആദ്യഘട്ടത്തിൽ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് വഴി അതിനെ മറികടന്നു. പക്ഷേ ഇപ്പോൾ സ്വർണ്ണപ്പാളി, ഏറ്റവും വലിയ വിഷയം നിൽക്കുന്ന സ്വർണ്ണപ്പാളിയാണ്. അവിടെയും സ്ത്രീകളാണ് ചോദ്യം ചെയ്യുന്നത്. സ്ത്രീക്ക് സ്വർണം പ്രധാനമാണ്. പുരുഷനേക്കാളും സ്വർണ്ണത്തെ വിലപ്പെട്ടതായിട്ടാണ് സ്ത്രീയാണ്. ഒരു കുടുംബത്ത് പുരുഷൻ്റെ മുതലല്ല സ്വർണം, സ്ത്രീയുടെയാണ്. അയ്യപ്പൻ്റെ മുതലടിച്ചുകൊണ്ട് പോയി, സ്വർണ്ണം അടിച്ചുകൊണ്ട് പോയി പറഞ്ഞാൽ സ്ത്രീകൾ സഹിക്കില്ല. ഇടതുപക്ഷ വോട്ടേഴ്സ് തന്നെ ചോദിക്കുന്നുണ്ട്, എന്തിനിത് ചെയ്തു?
എല്ലാ വീടുകളിലും ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ വോട്ട് ചോദിച്ച് വീട് വെച്ചെന്ന് ഒട്ടുമിക്ക CPM-കാരോടും സ്ത്രീകൾ ചോദിച്ചിട്ടുണ്ട് ആ സ്വർണ്ണം എന്തിനാ അടിച്ചിട്ടുണ്ട്. ഇത് പ്രധാനപ്പെട്ട യുദ്ധമാണ്. അവരെ സംബന്ധിച്ച് മറ്റെല്ലാ സംഭവങ്ങളും വെച്ച് സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ അവർ ജനങ്ങളുടെ അഭിപ്രായം മാറ്റാൻ നോക്കണു, ദിശ തിരിക്കാൻ നോക്കണം, എല്ലാം ഉണ്ട്. ഇതിനിടയ്ക്കാണ് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് ഈ കേസെടുത്തുകൊണ്ട് വന്നേക്കുന്നത്. ഇപ്പോൾ ഈ സമയത്ത് ഞങ്ങൾ ആചാര ലംഘനത്തിൻ്റെ ഒപ്പമാണ് എന്ന് പറഞ്ഞാൽ ഈ കിട്ടാവുന്ന വെച്ചേക്കണം ഉള്ള വോട്ട് പോലും കിട്ടത്തില്ല. മുസ്ലിം വോട്ടോ നഷ്ടപ്പെട്ടു, അതിനെ മനക്കോട്ട കെട്ടി അതുവഴി ജയിച്ചു കാണിച്ചാൽ നടക്കില്ല. ഹിന്ദു വോട്ടിനെ ഉറപ്പിച്ച് നിർത്തവും സ്വന്തം ബേസ് സംരക്ഷിക്കുകയും ചെയ്താൽ CPM നിലനിൽപ്പുള്ളൂ, ഇത്തവണ എങ്ങനെയെങ്കിലും അധികാരത്തിൽ കയറാനും പറ്റുള്ളൂ. ഈ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഇലക്ഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസമായിരുന്നു കോടതി കേസെടുക്കുന്നതെങ്കിൽ ഈ U-ടേൺ അല്ല, അവർ 110 കിലോമീറ്റർ സ്പീഡിൽ നേരെ വണ്ടി ഓടിച്ചു പോകാൻ. ഇപ്പോൾ ഒരു നിവൃത്തിയില്ല, വണ്ടിയിട്ട് വട്ടം കറക്കി തിരിക്കുകയാണ്. അതിൻ്റെ ടയർ വരഞ്ഞു പോകണ്ടോ, വേറെ വണ്ടി ഇടിക്കണ്ടോ എന്നൊന്നും നോക്കണില്ല, തിരിക്കാണ്ട് രക്ഷയില്ല. അത് ചരിത്രത്തിലെ എന്താ പറയണേ, ചില തിരിച്ചടികളാണ്, ചില അഹങ്കാരങ്ങൾക്കുള്ള തിരിച്ചടികളാണ്, ചില അർഹിക്കുന്ന തിരിച്ചടികളാണ്. ചരിത്രം ചോദിക്കുന്ന ചില പകപോക്കലുകളാണ്, അല്ലെങ്കിൽ അത് അയ്യപ്പൻ ചോദിക്കേണ്ട ഒരു പകപോക്കല. അത്രേ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവിന് നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള പിന്തുണയ്ക്ക് നന്ദി പറയുകയാണ്. കൂടാതെ ഈ പിന്തുണ ഇനിയും ഞങ്ങൾക്ക് ആവശ്യമാണ്. അതിന് മറ്റൊന്നും ചെയ്യേണ്ടതില്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല വീഡിയോസ് എല്ലാം കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക.